ഹലോ. അങ്ങനെ 2025 റിലീസായ ടുഗദർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള കാര്യമായിരുന്നു. മെയിനായിട്ട് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നോർമലി കാണുന്ന കുറേ സിനിമകളുണ്ടല്ലോ, അതായത് നമുക്ക് പ്രേതത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല പല ജോണറിലുള്ള പടങ്ങൾ കാണുമ്പോൾ പോലും നമുക്ക് അല്ലെങ്കിൽ കിട്ടിയ പരിപാടി തന്നെ വീണ്ടും വീണ്ടും കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്ഷനിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീലിങ്സ് അത് വേറെ ടൈപ്പ്. പക്ഷേ ഈ പടത്തിൽ മെയിനായിട്ട്, അതായത് ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ടൈപ്പ് എക്സ്പീരിയൻസ് എനിക്ക് ഇന്നേ വരെ വേറെ ഒരു സിനിമ കണ്ടപ്പോഴും കിട്ടിയിട്ടില്ല. അത് മെയിനായിട്ട് വേറൊന്നും കൊണ്ടല്ല, പടത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കഥ ഉണ്ടല്ലോ. പടത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കഥ സിമ്പിളാണ്. അതായത് സിനിമയുടെ ടൈറ്റിൽ എന്താണോ അതുപോലെ തന്നെ ആ സെയിം പരിപാടി തന്നെയാണ് സിനിമയ്ക്കകത്ത് മൊത്തവും പിടിച്ചേക്കുന്നത്. അതായത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ രണ്ട് കൈയുണ്ട്, ഇത് വേറൊരാളുടെ കൈ, ഇത് വേറൊരാളുടെ കൈ. ഓക്കെ, ഈ രണ്ട് കൈയും കൂടെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നാവുകയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതായത് രണ്ട് വിരലുകൾ തമ്മിൽ ഇതുപോലെ ഞാൻ മുട്ടിക്കുകയെന്നുണ്ടെങ്കിൽ, ഞാനെന്നല്ല, ഇതൊരാൾ രണ്ടും രണ്ട് വേറെ വിരലുകൾ ഇങ്ങനെ മുട്ടിക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നായിട്ട് മാറുകയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതാണ് മെയിനായിട്ട് പടം ചർച്ച ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് പേരെയാണ്, നടനും നായികയും. അതായത് രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ടുപേരും ലിവിങ് ടുഗദറിൽ ജീവിക്കുന്ന രണ്ട് പേര്. അവരൊരു ദിവസം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കാടിനകത്തോട്ട് പോകുന്നതും, കാടിൻ്റെ അകത്ത് വെച്ച് അവർ യാദർച്ഛികമായിട്ടൊരു ഗുഹയ്ക്കകത്ത് പെട്ടു. ആ ഗുഹയ്ക്കകത്ത് പർട്ടിക്കുലറായിട്ടൊരു സ്ഥലത്ത് കുറച്ച് ഒരു തടാകം പോലെ അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ വെച്ച് അവർ ആ വെള്ളം കുടിക്കുന്നതും അതിനുശേഷം ഇവർക്കിടയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് സിനിമ മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് വിഷയം. കാരണം ഈ സിനിമ ഞാൻ ഫോണിൽ കണ്ട സമയത്ത് തന്നെ എനിക്ക് അത്രയും കിഡിലോടെ എനിക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം അതായത് ഈ ഒരു ജോണറിലുള്ള പടം നമ്മൾ അങ്ങനെ അധികം ആരും കണ്ടു കാണത്തില്ല. ഒന്നാമത്തെ കാര്യം, അതായത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു ടൈപ്പ് പടം ഇന്നേ വരെ കണ്ടിട്ടില്ല. പടത്തിൻ്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല. അതായത് 3-4 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സിനിമയ്ക്കകത്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയി തീരുന്നത് എന്നുള്ള ആ ഒരു സംഭവത്തിന് ഒരു പുള്ളിക്കാരൻ ഇതിനകത്ത് വിവരിക്കും. ഒരു ക്യാരക്ടറുണ്ട് ഇതിൻ്റെ അകത്ത്, മൂന്നാമതൊരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനായി മാറുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളൊക്കെ കാണിച്ചു തരുന്നൊരു സീനുണ്ട്. പിന്നെ ആ പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി പറയുന്നൊരു ഡയലോഗുണ്ട്. എൻ്റെ മോനെ, ആ ഡയലോഗൊക്കെ ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഓ ആണല്ലേ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഭയങ്കര രസമാണ് അതൊക്കെ. അതായത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ സിനിമ ഉറപ്പായിട്ട് കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണണം, അല്ലെങ്കിൽ ഈ സിനിമാ നടിമാർ അവർക്കപ്പുറം കഥേനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ സിനിമ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. എനിക്കിപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കിടക്കുക. കാരണം നമ്മൾ കാണാത്തൊരു സാധനം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കത്തില്ലേ, അല്ലെങ്കിൽ തലയ്ക്കകത്ത് കിടന്ന് ഓടത്തില്ല. ആ സെയിം പരിപാടി ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യം വിചാരിച്ച് വല്ല പ്രേതം, ഭൂതം അല്ലെങ്കിൽ ആ ഒരു ആത്മാവ്, ആ ഒരു ടൈപ്പിലായിരിക്കും ഈ സിനിമ പോകുന്നതെന്നാണ് വിചാരിച്ചത്. കാരണം സിനിമയുടെ ഫസ്റ്റ് ഈ സിനിമ, അതായത് ആ ഒരു ഹൊറർ മൂഡിലോട്ട് ഇങ്ങനെ എത്തുമ്പം ആ ഒരു സീനുണ്ട്. ഇവരിങ്ങനെ ഒരു കട്ടിലിനകത്ത് കിടക്കുന്ന സമയം ഓപ്പോസിറ്റ് ഒരു സീനുണ്ട്. ആ സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വല്ല പ്രേതത്തിൻ്റെ സിനിമയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും സിനിമ പോകുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇങ്ങോട്ട് ആ സിനിമ ഇങ്ങനെ ഓരോ സമയം കഴിയുന്തോറും ഇവർ ആ ഒരു ഗുഹയിലോട്ട് പോകുന്നതും പിന്നെ അവിടെ വെച്ച് നടക്കുന്ന കുറേ കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് അതിനെയും കട്ടി ഞാൻ പറഞ്ഞില്ല, മൂന്നാമതൊരു ക്യാരക്ടർ ഉണ്ടെന്ന്. പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ടൊരു കിടിലം ഒരു ഡിസ്റ്റ് ഉണ്ട്. അവസാനം അതും പോരാഞ്ഞിട്ട് ഈ സിനിമയുടെ ഏറ്റവും അവസാനം ഒരു രംഗമുണ്ട്. കിടിലമാണ് അതൊക്കെ. അത് നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ എന്തായാലും കാണും. സിനിമയുടെ പേര് ടുഗദർ എന്നാണ് സിനിമയുടെ പേര്. ഭയങ്കര, അതായത് 2025 റിലീസായ അടിപൊളി പടമാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം കണ്ടതിന് ശേഷം എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറ. ഇനി വീണ്ടും ഇതുപോലുള്ള സിനിമയുടെ കാര്യങ്ങളുടെയും വീണ്ടും തരാം. ഓക്കെ, ബൈ.